പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അന്നു വേണ്ട ആഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ബ്രെഡിലേക്ക് ഞങ്ങളെ പ്രഭാതത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സമാധാനത്താലും കൃപയാലും സന്തോഷത്താലും നിറച്ച് ഇവരെ അനുഗ്രഹിക്കണം. ഇവിടെ കുടുംബങ്ങളെ, മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്തും ഒത്തിരി പങ്കുവച്ചും പ്രാർത്ഥിച്ചും കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ മക്കളെയും നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യവും സഹായവും സ്വർഗത്തിന്റെ സംരക്ഷണവും അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരവും അതിനുവേണ്ട കൃപകളും അഭിഷേകവും സ്വർഗത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കാന്നുള്ളത്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മക്കൾ ഒത്തിരി പേര് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. SSLC പരീക്ഷകള്, +2 പരീക്ഷകള്, ഡിഗ്രി പരീക്ഷകള്, എൻട്രൻസ് ടെസ്റ്റുകള്, OET, മറ്റ് ഒത്തിരി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് ഈ പരീക്ഷ നന്നായിട്ട് പഠിച്ച് എഴുതി അത് നല്ലപോലെ എഴുതാനും പറയാനും വേണ്ട വലിയ അഭിഷേകം നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം അവകാശപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഇങ്ങനെ ഈശോ പറയാണ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. ആരാണ്? പരിശുദ്ധാത്മാവിന്. ഈ അഭിഷേകത്തിന്റെ നിറവില് നമ്മുടെ മക്കൾ നിറഞ്ഞ് ഈ അഭിഷേക ശക്തിയില് പരിശുദ്ധാത്മാവിനാൽ ഈ പരീക്ഷ എഴുതാൻ വേണ്ട അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. എന്താണ്? സഹായകൻ. എന്താണ് സഹായകൻ? സഹായിക്കുന്നവൻ. നമ്മുടെ മക്കളെ പഠനത്തില് ഈ സഹായകൻ സഹായിക്കും. നമ്മൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്, ഈശോ പറഞ്ഞ കാര്യത്തിലേക്ക് എന്റെ നാമത്തിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ് അയക്കുന്ന സഹായകൻ, പിതാവേ, അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണം. ത്രിയേക ദൈവത്തിന്റെ ശക്തമായ ഒരു ഇടപെടല് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കളുടെ വലിയ അധികാരത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും ആ വലിയ തിരുക്കുടുംബ കൂട്ടായ്മയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ആവിധത്തില് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈശോയുടെ നാമത്തില് പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. ഒന്ന് സഹായിക്കും,
രണ്ട്, പഠിപ്പിക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും, അവരുടെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവെ അങ്ങ് പഠിപ്പിക്കണം. അത് പോരാ, അനുസ്മരിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? അനുസ്മരിപ്പിക്കും. പഠിച്ച കാര്യങ്ങള് പരീക്ഷാ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത്, ഇന്റർവ്യൂ സമയത്ത് കൃത്യം പറയാൻ അതിനുവേണ്ട ധൈര്യം, അതിനുവേണ്ട ശക്തി, അതിനുവേണ്ട ഓർമ്മ എല്ലാം നൽകി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കളെ സഹായിക്കണം, പഠിപ്പിക്കണം, അനുസ്മരിപ്പിക്കണം. അതുപോരാ, ദൈവമക്കളുടെ കരുത്തോടെ, ശക്തിയോടെ, ധൈര്യത്തോടെ, നിരാശപ്പെടാതെ, ഭയപ്പെടാതെ, ആകുലപ്പെടാതെ നല്ല പോലെ നമ്മുടെ മക്കള് പരീക്ഷ എഴുതണം. മാമോയിസ സ്വീകരിച്ച, കുദാശ സ്വീകരിച്ച ക്രൈസ്തവ മക്കളായ നമ്മുടെ മക്കൾ ഇതുപോലെ പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് ഈ വചനം വെച്ച് അതിശക്തമായിട്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ മക്കളെ, മക്കളോടും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറ. ഇനി ആരെങ്കിലും മക്കള് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്, മക്കളെ ഞാൻ ഒത്തിരി മക്കൾ പറഞ്ഞു, മക്കളെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ നിറയട്ടെ, എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവെ എനിക്കെല്ലാം ഓർമ്മപ്പെടുത്തി അനുസ്മരിപ്പിച്ച് തരണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഈ അഭിഷേകം നിറയപ്പെട്ട് കഴിഞ്ഞാൽ അനേകം മക്കൾ എനിക്കറിയാം പഠിച്ച് ഉന്നതമായ വിജയം കൈവരിച്ച അനേകം മക്കള് ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാല് നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് പരീക്ഷ എഴുതട്ടെ, എല്ലാം അനുസ്മരിച്ച് അതോടൊപ്പം തന്നെ ധൈര്യം. ഇതാണ് പൗലോസ് പറഞ്ഞ, നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോ പേടി മാറും. ധൈര്യത്തിന്റെ ആത്മാവ്, പുത്രസ്വത്തിന്റെ ആത്മാവ്, ധീരതയുടെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവില്ല. അനേക മക്കൾ പരീക്ഷാ പേടി എല്ലാം മാറിപ്പോട്ടെ. ഈശോയുടെ നാമത്തിലും നമ്മുടെ മക്കളുടെ പരീക്ഷാ പേടി മാറിപ്പോകട്ടെ. ഈ ദൈവിക സാന്നിധ്യം നിറയട്ടെ, ദൈവിക സഹായം നിറയട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ അഭിഷേകത്തോടെ, കരുത്തോടെ പഠിച്ച് ഈ പരീക്ഷാ നാളുകളിൽ പരീക്ഷ എഴുതി വിജയിക്കട്ടെ. മോശ കൈവിരിച്ചു നിന്ന് ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവികാന സന്നദ്ധിയില് ശക്തമായി പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മാതാപിതാക്കള് കരം വിരിച്ചു നിന്ന് മെഴുകുതിരി കത്തിച്ചു വെച്ച് എന്ന പോലെ ദൈവികാന സന്നദ്ധിയിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലോ ദൈവികാന സന്നദ്ധിയില് തിരുഹൃദയത്തിന് മുമ്പില് പരിശുദ്ധ അമ്മയുടെ മുമ്പില് തിരിവച്ച് കത്തിച്ചു വച്ച് മക്കൾക്ക് വേണ്ടി മോശയെ പോലെ കൈവിരിച്ചെന്ന് പ്രാർത്ഥിച്ചോ. കൈ താഴാത്ത വിധത്തിൽ എന്ന പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും അതിലൂടെ സ്വർഗത്തിന് സഹായം മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ മക്കൾ വിജയിക്കാനും കരുത്തോടെ വിജയം പ്രാപിക്കാനും ഒക്കെ ഇടയാകട്ടെ. മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവികാന ആരാധനയില് ഈ വചനം വച്ച് അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ വിജയിക്കണം, നമ്മുടെ മക്കൾ തോൽക്കാൻ പാടില്ല, നമ്മുടെ മക്കൾക്ക് നല്ല വിജയം മാർക്ക് ലഭിക്കണം. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ജപമാലയിലും കരുണക്കൊന്തയിലും ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുക, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും അനുകരിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക, എല്ലാവരോടും പറയുക, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ വചനത്തിന് അത്ഭുത ശക്തി അനേക മക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുക. എങ്ങനെ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവം അതിലൂടെയും നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കും. ഈശോനാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ മക്കളെ അവിടുന്ന് ഒരിക്കലും അനാഥരായി വിടുന്നില്ല. അവരുടെ ജോലിയില്, പഠനത്തില്, വളർച്ചയില് ഒന്നിലും അങ്ങയുടെ മക്കളെ ഒറ്റയ്ക്ക് വിടില്ല. അവരെ സഹായിക്കുവാൻ
അവരുടെ കൂടെ ആയിരിക്കുവാൻ എപ്പോഴും അങ്ങ് തിരുമനസ്സായിരിക്കുന്നല്ലോ. അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ മക്കളോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകൻ വരും. യേശുവേ, ഇന്ന് പ്രത്യേകമാ വിധത്തില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കള്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഒത്തിരി തടസ്സം നേരിടുന്ന മക്കള്, ഭയപ്പെട്ട് കഴിയുന്ന മക്കള്, നിരാശപ്പെടുന്ന മക്കള്, യേശുവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകമാവിധം അങ്ങയുടെ ഈ വചനത്തോട് ചേർത്ത് ദിവ്യകാരുണ്യ സന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളിൽ ഇപ്പോൾ നിറയട്ടെ. ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കൾ പഠിച്ച കാര്യങ്ങൾ അനുസ്മരിക്കട്ടെ. അങ്ങനെ നന്നായി പരീക്ഷ എഴുതി ഭയം കൂടാതെ, സങ്കടപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ, ധീരതയോടെ, കരുത്തോടെ, ഈ അഭിഷേകത്തോടെ, ഈ വചനത്തിന്റെ ശക്തിയില് പരീക്ഷ എഴുതി ഉന്നതമായ വിജയം നേടുവാൻ ഇടയാകട്ടെ. പരീക്ഷാ മേഖലയില് ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന, മറവിയിലേക്ക് നയിക്കുന്ന, ഭയത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെ പോലെ കരം വിരിച്ചു പിടിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ, സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ സംരക്ഷണം, ഈ അഭിഷേകത്തിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, സഹായിക്കുന്ന, പഠിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന പ്രവൃത്തികൾ അനുഭവിച്ചറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ ഈ നാളുകളിൽ പരീക്ഷ എഴുതട്ടെ, വിജയം കൈവരിക്കട്ടെ. അങ്ങനെ ഉന്നതമായ അഭിഷേകത്തിൽ അങ്ങയുടെ മക്കൾ ശക്തരാകട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ. ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വലിയ അഭിഷേകം, വലിയ വിജയം കാണാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിൽ പ്രകടമാകട്ടെ. ഞങ്ങളുടെ മക്കൾ ശക്തരാകട്ടെ. ഞങ്ങളുടെ മക്കൾ സജ്ജരാകട്ടെ. ഞങ്ങളുടെ മക്കൾ ധൈര്യമുള്ളവരാകട്ടെ. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന ദൈവിക ശക്തിയാൽ പരീക്ഷയിൽ ജയിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അതിനായി അങ്ങയുടെ ശക്തി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക്, പഠന മേഖലകളിലേക്ക്, പരീക്ഷാ മേഖലകളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ ആ കരുത്ത്, ആ ശക്തി, അഭിഷേകം, സംരക്ഷണം, ആ സഹായം, സ്മരിപ്പിക്കൽ എല്ലാം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ അനേകരെ പങ്കെടുപ്പിക്കുന്ന, അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനേക മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ വേലയിലൂടെ കർത്താവെ, ഇവരും ഇവരുടെ മക്കളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം ധ്യാന കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നു, വരാൻ പോകുന്ന ധ്യാനങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും 14-ാം തീയതി മുതലുള്ള ധ്യാനത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുക്ക് ചെയ്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇനി ബുക്ക് ചെയ്യാനിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മക്കളെ കർത്താവ് ഈ അഭിഷേകത്തിലേക്ക് ആനയിക്കുവാൻ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, നിങ്ങളുടെ ആശീർവാദത്തിനു വേണ്ടി ഞങ്ങൾ കരുണയ്ക്കായിട്ടും ആശീർവാദ അഭിഷേകത്തിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളും മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ, സഹായിക്കണമേ, പഠിപ്പിക്കണമേ, അനുസ്മരിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, നമ്മുടെ ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണും. നിങ്ങളത് നോക്കുക. ഈ വർഷത്തെ എല്ലാ ധ്യാനങ്ങളുടെ ഡീറ്റെയിൽസ് അതിലുണ്ട്. നിങ്ങളുടെ ദിവസങ്ങളൊക്കെ ബുക്ക് ചെയ്യുക, അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുക, പങ്കുവെച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ.